ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സാമൂഹിക പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് പ്രിയദർശിനി പദ്ധതി. സർക്കാരിൻ്റെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതിൽ സമൂഹത്തിലെ വിവിധ ആൾക്കാർ വിവിധ കോണുകളിൽ വിവിധ ആംഗിളിൽ ചർച്ച ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ഇത് സ്ത്രീകൾക്ക് അനിവാര്യമാണോ? ആണെങ്കിൽ അതെങ്ങനെ? ഈ സൗജന്യമെന്ന് പറയുമ്പോൾ അത് വേറൊരാളിൽ നിന്നും എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണല്ലോ. അപ്പോൾ ഈ സൗജന്യം ഇത് എങ്ങനെ സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഈ സൗജന്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ള സ്ത്രീജനങ്ങൾക്കാണ്? ഇപ്പം ഈ പറയുന്ന ഗസറ്റഡ് റാങ്കുള്ള ആളിനും അത് പ്രിയദർശനിയിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാകാൻ പോകുന്നത്? മറ്റൊരു കാര്യം, ഇപ്പം ഇതേപോലെയുള്ളത് തന്നെയാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ സൗജന്യമാണ്. ഇപ്പം അംബാനിയുടെ മോൾക്കും യൂസഫ് അലിയുടെ മോൾക്കും സർക്കാർ സ്കൂളിൽ സൗജന്യമായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ OPയിലും ഫ്രീ ആയിട്ട് കാണിക്കാം. അതുപോലെ തന്നെയാണോ ഈ ഗതാഗതവും ആകേണ്ടതെന്നുള്ളത് ഒരു ചോദ്യം. അങ്ങനെ അതെങ്ങനെയാണ്, ഏത് കോണിലാണ് മൈത്രേയൻ കാണുന്നതെന്നുള്ളതാണ്. നമ്മൾ ഈ ഇംഗ്ലീഷിൽ പോപ്പുലസ് എന്ന് പറയും, ജനപ്രിയം എന്ന് പറയുന്ന പദ്ധതികളെ ഇലക്ഷന് വേണ്ടി ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊരു ജനാധിപത്യത്തിൻ്റെയോ അല്ലെങ്കിൽ തുല്യതയോടെയോ ഒരു മാനദണ്ഡം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പദ്ധതികളല്ല. അത് സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ പിന്നെ കാണുന്നുണ്ടല്ലോ, അവർ അത് ചെയ്യാൻ കഴിയാതെ വരുന്നു എന്നുള്ളതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പം രണ്ട് തരത്തിലെ സ്ത്രീകൾ പഴയ പോലെ തന്നെ തുടരുന്നു എന്നുള്ളത് 75 വർഷം കഴിഞ്ഞു എന്ന് പറയണം ഭരണഘടന ഉണ്ടായിട്ട്. എന്നിട്ട് അങ്ങനെ തന്നെ തുടരുന്ന അവസ്ഥ നിൽക്കുന്നു എന്നുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാനും പറയാനും. അപ്പോൾ ഈ വോട്ടിന് വേണ്ടി ഉള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട്, അതിനകത്ത് പെടുത്തുന്നത്. അതിന് വേറെ മീനിങ് ഒന്നുമില്ല. അല്ല, അതിനകത്ത് ഒരു കണ്ടൻ്റ് ഉള്ളതല്ല. ഇപ്പം നമ്മൾ ഈ സംവരണത്തിന് സീറ്റ് വരുന്നില്ലേ, സീറ്റുകൾ ബസ്സിൽ, ആ സീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ അതൊരു 5-6 സീറ്റല്ലേ ഉണ്ടാകാറുള്ളൂ. നമ്മൾ സ്ത്രീകളുടെ സംവരണ സീറ്റ് എന്ന് പറഞ്ഞ് ബസ്സിനകത്ത് നമ്മൾ കാണുമ്പോൾ 3-6 സീറ്റാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അത് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ല. പക്ഷെ അങ്ങനെയാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നതേ ഉള്ളൂ. അത് ഗർഭിണിയായ സ്ത്രീകൾക്കും കുട്ടികളുമായി വരുന്നവർക്കും, കാരണം ഇതുണ്ടാക്കുന്ന ബസ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളുമായി സ്ത്രീകൾ മാത്രമേ വരത്തുള്ളായിരുന്നു, പുരുഷന്മാർ ഒരിക്കലും വരത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ വരുമ്പം അവർക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവരണ സീറ്റാണ്. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാരാണ് ഒരു സ്ഥലത്തിന് അപ്പുറത്തോട്ട് സ്ത്രീകളുടെ സ്ഥലവും ഇപ്പുറത്ത് പുരുഷന്മാരുടെ സ്ഥലവും ഒന്ന് ആക്കിയത് അവരാണ്. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്ക് സംവരണ സീറ്റില്ല, സ്ത്രീകൾക്കും സംവരണ സീറ്റില്ല. സംവരണ സീറ്റുണ്ടെന്ന് പറയുന്നത് ഈ 2 വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ബാക്കി ജനറൽ സീറ്റാണ്, എല്ലാവർക്കും ഇരിക്കാം. അല്ലാതെ ഈ പുറകിലുള്ള സീറ്റുകൾ പുരുഷന്മാരുടെ സീറ്റല്ല, അത് മനുഷ്യരെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇരിക്കുന്നതാണ്. മറ്റേത് ഈ പറയുന്നവർക്ക് ഗർഭിണിയാകുന്ന പുരുഷന്മാരില്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി, കുട്ടികളുമായിട്ട് വരുന്നവർക്കും വേണ്ടി മാത്രമാണ് നമ്മളിതൊക്കെ വയ്ക്കുന്നത്. എങ്ങനെയാണ്, എന്ത് ക്രൈറ്റീരിയ ആണെന്നുള്ളത് കാണാതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ ബോൺസായി പോലെ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറക്കി വിടാതെ സ്വന്തമായി നിലനിൽക്കാൻ അവകാശമില്ലാതാക്കി സ്ത്രീധനം മാത്രം കൊടുത്ത് സ്വത്ത് കൊടുക്കാതെ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ചു മാറ്റി വേറെടുത്ത് താമസിപ്പിക്കുന്ന സംവിധാനം നിന്നിരുന്ന കാലത്തുണ്ടാക്കിയതാണ് അത്തരത്തിലുള്ള നിയമങ്ങൾ. ഇത് മാറ്റാനാണ് നമ്മൾ, സ്ത്രീ ആയത് കാരണം കൊണ്ട് 1.5 വോട്ടില്ലല്ലോ, അങ്ങനല്ലല്ലോ. അപ്പോൾ ഭരണഘടനാപരമായിട്ട് എല്ലാവരും തുല്യരാണ്. ആ തുല്യരായിരിക്കുന്ന ആളുകൾ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്ന ചില മെഷേഴ്സിനെയാണ് നമ്മൾ സംവരണം എന്ന് പറയുന്നത്. നേരത്തെ എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ഭരണഘടന അങ്ങോട്ട് പ്രഖ്യാപിച്ചു, എല്ലാവരും പൗരന്മാരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൗരനാകാൻ വേണ്ടിയുള്ള അറിവോ കഴിവോ ഇല്ലാതിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ഭരണഘടന കൊണ്ടുവരുന്നത്. ആ സമയത്ത് അങ്ങനത്തെ വിദ്യാഭ്യാസം നേടിയിട്ടില്ല, പൗരബോധം ഉണ്ടായിട്ടില്ല,
എന്തിനാണ് ഇപ്പോൾ ആദിവാസികൾ എന്ന് നമ്മൾ വിളിക്കുന്നവരും ഇന്ത്യക്കകത്താണ്. പക്ഷെ അവർക്ക് ആർക്കെങ്കിലും ഇന്ത്യ ഉണ്ടായെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ സവിശേഷമായിട്ടുള്ള സംവരണങ്ങൾ കൊടുത്ത് ഈ പറയുന്ന പൗരബോധം ഉണ്ടാക്കുന്നത് കാലം വരെ എന്നുള്ളതാണ് ഈ സംവരണം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ സ്ത്രീകൾക്ക് ഈ സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് യാതൊരു മീനിങ്ങും ഇല്ലാതെ ഈ വോട്ട് ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് പറയുന്ന ഒരു സാധനമാണ്. അത് ഈ ജനാധിപത്യ പ്രവർത്തനമായ ഒരു ബന്ധവുമില്ല. വോട്ട് പിടിക്കാനായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അത്. സാമ്പത്തികമായിട്ട് തന്നെ അതിന് കഴിയാത്ത കാരണം കൊണ്ട് കള്ളത്തരമൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ നമുക്കിങ്ങനെ കാണാമല്ലോ, എല്ലാ ഓർഡിനറി ബസ്സും ഫാസ്റ്റായി മാറിപ്പോയി. സ്ത്രീകൾ ഒരു ബസ്സുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാത്തു നിന്ന് ജീവിതം പാഴായി പോകുന്നിടത്ത് എത്തിപ്പോയി. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്. അതിന് ജനാധിപത്യമായിട്ടോ നമുക്ക് സമത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിനോ അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനമായിട്ട് ഒരു ബന്ധവും അതിനില്ല. അതിന് വേറെ മീനിങ് ഒന്നുമില്ല. വോട്ട് കഴിഞ്ഞ് ചെയ്യാൻ ശ്രമിച്ച് പരാജയമടഞ്ഞ് അത് ആളുകളങ്ങ് മറന്നു പോവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഇലക്ഷന് മാത്രം പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സൗജന്യമായി കിട്ടിയാൽ എല്ലാവരും ഇപ്പോഴും സൗജന്യമായി കിട്ടിയ അമ്പലത്തിൽ പോയി ചോറ് തിന്നുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ദരിദ്രവാസികളാണ് നമ്മൾ. പോക്കറ്റിലൊക്കെ പൈസയൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിൽ വളർന്ന മനുഷ്യരാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചുമ്മാ കിട്ടുന്നതെന്ന് കണ്ടാൽ അവിടെ എല്ലാം പോകുന്നവരാണ്. അതുകൊണ്ട് ആളുകൾ കുറേ പോകും. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ. എവിടെയും കഞ്ഞി വീഴ്ത്തെന്നൊക്കെ പണ്ട് പറയുന്നത് കഴിഞ്ഞാൽ ദരിദ്രനാരായണ പൂജ ഇതൊക്കെ പണ്ടേ ചെയ്യുന്നതാണ്. ഇതൊക്കെ അപമാനകരമാണെന്ന് അനുഭവിക്കണമെങ്കിൽ, അന്തസ്സുള്ള മനുഷ്യരാകണമെങ്കിൽ പൗരബോധമുള്ളവരായി മാറിയാലേ നമുക്കത് വേണ്ടാന്ന് തീരുമാനിക്കാനൊക്കെ. പക്ഷെ വെറുതെ കിട്ടുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അത് എടുക്കാൻ പോകും എന്നുള്ളത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അന്യരാജ്യങ്ങളിലെല്ലാം റോഡിൻ്റെ സൈഡിൽ അവർക്ക് വേണ്ടാത്തത് റോഡിൽ വയ്ക്കുക, ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ കൊണ്ടുപോയിക്കട്ടെ എന്ന്. പക്ഷേ ആ ആൾ അവിടെ ചെന്ന് അത് എടുക്കുന്നത് 90% നമ്മളെപ്പോലെ ഇവിടുന്ന് പോകുന്ന ആൾക്കാരാണ് അതെല്ലാം എടുക്കുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം. അപ്പം ദാരിദ്ര്യമുള്ള മനുഷ്യരുടെ അവരുടെ ബോധരൂപീകരണത്തിൽ തന്നെ ദരിദ്രരായി പോകും. ഇപ്പം വ്യക്തിപരമായിട്ട് ഞാനൊരു ധനമുള്ള വീട്ടിലെ ജനിച്ചതാണെങ്കിലും വളർന്നത് ദരിദ്രനായിട്ട്. അമ്മയൊക്കെ ഇങ്ങനെ തീരെ അന്ന് ദാരിദ്ര്യമാണ് ലോകത്ത് മുഴുവനുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിങ്ങനെ ഒരു കൊള്ളാവുന്നൊരു സാധനം അങ്ങോട്ട് എടുക്കാൻ തോന്നത്തില്ല. ഇപ്പോൾ കടയിലൊക്കെ ചെന്ന് പച്ചക്കറിയൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല അവർ തിരിഞ്ഞു വെച്ചിരിക്കുന്ന അത് തൊടാതെ ഇപ്പുറത്തുള്ളതിനകത്തൊന്ന് തിരക്കും. ഇതൊക്കെ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. ആ ചെയ്യുന്ന അത് നമുക്ക് ഒരു കുറ്റബോധം തോന്നും, അതൊക്കെ അങ്ങനെ അങ്ങ് ജീവിക്കാൻ പറ്റാവുമെന്ന്. അതുകൊണ്ട് ഈ കംഫർട്ടെന്ന് പറയുന്നത് തന്നെ മര്യാദഘട്ട ജീവിതം നയിക്കുന്നവർ നടത്തുന്നതായിട്ട് തോന്നുന്ന തരത്തിൽ നമ്മളായിപ്പോയവരാണ്. അപ്പോൾ അതൊക്കെ ലോകത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിൽ ഈ ആളുകളെ സംഘടിപ്പിക്കാനും ഇണക്കാനും അവരെ ഉപയോഗിക്കാനും അറിയാവുന്ന തന്ത്രജ്ഞരായ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഈ ദാനം പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ഒരു ചോദ്യം ചോദിക്കാം ഈ വിഷയത്തെ. അല്ലേ, നമുക്ക് ഇപ്പോൾ സ്ത്രീകൾ സമത്വം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പുരുഷന് ഒപ്പത്തിനൊപ്പം ഞങ്ങൾക്കും അവകാശം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇതിങ്ങനെ വരുമ്പോൾ പരസ്യമായിട്ട് ഈ പുരോഗമനപരമായ ഒരു സംഘടനയിലുള്ള സ്ത്രീകളും പരസ്യമായിട്ട് എന്ത് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാക്കും പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് സ്ത്രീകളാരും ഇത് പറയാതിരിക്കും? കാരണം അവർക്ക് സമത്വം വേണമെന്നാണല്ലോ പറയുന്നത്. എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞിട്ടേ ഈ വിഷയം വന്ന് ബസ്സിൽ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ പുരുഷന്മാർക്കില്ല അതൊരു ആനുകൂല്യം കിട്ടുന്നു. അവരാരും പുരോഗമന ചിന്താഗതിയുള്ള ഒരാളും എന്ത് പറഞ്ഞില്ല, ഇതിനെതിരെ ഒരു സ്ത്രീയും രംഗത്ത് വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ കാരണം മാത്രമേ ഉള്ളൂ. വെറുതെ കിട്ടുന്നത് എടുക്കാം എന്ന് ആലോചിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അത് പൊതുവേ ദരിദ്രരായ ഒരു സമൂഹത്തിനകത്ത് വളരുന്നവരുടെ ഒരു യുക്തിക്കകത്താണ്. പിന്നെ ഈ സമത്വം എന്ന് പറയുന്നത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുള്ളതല്ല. എല്ലാവരും വ്യത്യസ്തരാണ്. ഇപ്പോൾ ഈ കസേരയിലെല്ലാം നമ്മളിങ്ങനെ ഇരിക്കും. കസേരകൾ ഉള്ളപ്പോഴും ഇരിക്കാൻ പറ്റാതെ, ഇപ്പോൾ അവർ രണ്ടുപേരും നിൽക്കുന്നത് കൊണ്ടല്ല, അവർക്ക് ഇരുന്ന് മതിയായിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ
മറ്റുള്ളവരുടെ കൂടിരിക്കാൻ ഭയം തോന്നുന്ന മനുഷ്യരെ ആയിട്ടാണ് നമ്മളെല്ലാം വളർന്നിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര കസേര ഉണ്ടായാലും ഇരിക്കത്തില്ല. അവരിയ്ക്കാൻ പറഞ്ഞാൽ പോലും ഇരിക്കത്തില്ല. നഷ്ടമാണെന്നറിയാം. ഇരിക്കുന്നത് കണ്ടാൽ അത് അപകടമാണെന്ന് അറിയുന്നവരാണ് നമ്മൾ. അങ്ങനെയായിരുന്നു തട്ട് സമൂഹം എന്നതിന് പറയുന്നത്. തട്ടായിട്ടുള്ള സമൂഹത്തിനകത്ത് അറിഞ്ഞ് പെരുമാറും എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ട് എവിടെയാണെന്ന് അറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ് അത്. അപ്പം അങ്ങനെ വളർത്തി വന്നിരിക്കുന്നവർ പറയാതെ തന്നെ അത് ആചരിക്കും. എപ്പോഴും നമ്മൾ കാണുന്നതല്ലേ, ഇരിക്കൂ എന്ന് പറഞ്ഞാലൊന്നും വേണ്ട ഇരിക്കുന്നില്ല നിന്നോളാന്ന് പറയുന്നത്. അധ്യാപകരുടെ മുന്നിലൊക്കെ നമ്മൾ ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഈ ടെക്നിക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കും. ഇത് എല്ലാ ധനമുള്ളവരുടെ മുന്നിലും അധികാരമുള്ളവരുടെ മുന്നിലും നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് വ്യക്തിഗതമായിട്ട് ഒരാൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നെന്നുള്ളതല്ലാതെ എല്ലാവർക്കും അറിയാം തുല്യമായി പെരുമാറിയാൽ നഷ്ടമുണ്ടാകുമെന്ന്. കാരണം തുല്യമായി പെരുമാറുമ്പോഴെല്ലാം നഷ്ടം ഉണ്ടായിട്ടുള്ള അനുഭവത്തിൽ തന്നെ നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ശീലമായി ഒരു അതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സംസ്കാരം എന്ന് പറയുന്നത് മേല് കീഴുള്ള മൂല്യബോധമുള്ള സംസ്കാരമാണ്. അതിനെയാണ് നമ്മൾ ജാതി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ആചരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അത് അങ്ങനല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മളെ വിളിച്ചു വരുത്തുമ്പോൾ പെട്ടെന്നാണ് നമുക്ക് അസ്വസ്ഥത അനുഭവിക്കും കൂടിരിക്കാനായിട്ട്. ഇപ്പോൾ ഈ കസേരയൊക്കെ ഇങ്ങനെ ഇരുത്തുന്നു. ഇപ്പം ഞാൻ ഇവിടെ ഇരുത്തി ഇതുകൊണ്ട് ഈ കസേരയുടെ വ്യത്യാസം കണ്ടോ? ഇതിന് കൈയൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾ കഷ്ടം പിടിച്ച കസേരയിലായിരിക്കുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായി വന്നിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവർ സ്പെഷ്യലാണെന്ന് അനുഭവിപ്പിക്കുന്നൊരു സാധനം. ഇതിനകത്ത് സ്റ്റേജ് ഇല്ലാതിരിക്കുന്നത് അത്ഭുതം. അല്ലെന്നുണ്ടെങ്കിൽ 4 അടി പൊക്കത്തിലിരിക്കും. നമ്മുടെ പറച്ചിലെന്താ ഇവിടെ ഇരിക്കുന്ന ആളിനെ എല്ലാവരും കാണുന്നതിന് വേണ്ടിയാണെന്ന്. അതുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾ മേളിലായിരിക്കുന്നത്, നിങ്ങളുടെ തലയിലെ മേളിലായിരിക്കുന്നത് എന്നുള്ളതിന് തന്നെയാണ് അതുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയിരുന്നാൽ പോരെ, അടുത്ത് കാണുന്നതിന് എന്താ ഇപ്പോൾ തടസ്സം? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മേല് കീഴുള്ള മൂല്യബോധം അനുഭവിപ്പിക്കുന്ന തരത്തിൽ കുട്ടിക്കാലം തൊട്ട് വളർത്തിയ മനുഷ്യരാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയാണെന്ന് അറിയുന്ന ആളാണ്. അത് എവിടെ വരെയാണ് ഈ തുല്യത പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളതിന് സ്ട്രക്ചറലായിട്ട് തന്നെ നമുക്ക് ആവശ്യം. എന്ന് പറഞ്ഞാൽ ഘടനാപരമായിട്ട് തന്നെ നമ്മുടെ വീട്, നമ്മൾ പോകുന്ന ഓഫീസുകൾ, നമ്മൾ പഠിക്കുന്ന സ്കൂളുകൾ, നമ്മൾ അവസാനം പോയിട്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ കോടതിയോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ പോലുള്ള ഗവേണിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതിനൊന്നിനകത്തും ഈ പറയുന്ന തുല്യത അനുഭവിപ്പിക്കാതിരിക്കാനും മേല് കീഴാണ് നിങ്ങളെന്ന് ബോധ്യപ്പെടുത്തുന്ന നിലവാരത്തിലാണ് അതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ വീടുകളെല്ലാം മാറേണ്ടതുണ്ട്. നമ്മളിപ്പോഴും അടുക്കള പുറവശത്താണ് വയ്ക്കുന്നത്. അത് വടക്ക് വശം എന്നൊക്കെ പറയുന്നത് അങ്ങ് അകത്ത് കയറിപ്പോ എന്ന് പറയുന്നൊരു പ്രയോഗമില്ലേ. നീ എന്താണ് ഈ ആണുങ്ങളിരുന്ന് സംസാരിക്കുന്നിടത്തിരുന്ന് മിണ്ടുന്ന അങ്ങ് അകത്ത് കയറിപ്പോ എന്ന് പറയാൻ വേണ്ടിയുള്ള വീട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ആധുനികമായിട്ടുള്ള എല്ലാ വീടുകളിനകത്ത് അടുക്കള ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. എന്തിനാണ് 5 സ്റ്റാർ ഹോട്ടലിലെ അടുക്കള മുഴുവനും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ വൃത്തികേടായിട്ട് നമ്മുടെ അടുക്കളയെല്ലാം വൃത്തിയുള്ളതാണെന്നാണ് സങ്കല്പം. അങ്ങനെയല്ല. നമ്മുടെ ഈച്ച, നമ്മുടെ എലി, നമ്മുടെ പാറ്റ, അതുകൊണ്ട് വൃത്തി. അത് പക്ഷേ ഹോട്ടലിലെ പറ്റത്തില്ല. ഹോട്ടലിൽ അന്യ പാറ്റയാണ്, അന്യ എലികൾ. അതുകൊണ്ടാണ് അത് വൃത്തികേടാണ്. നമ്മൾ തല ചൊറിഞ്ഞിട്ട് മാങ്ങ ചെത്തുമ്പോൾ ഒരു കുഴപ്പമില്ല. തല മാത്രമല്ല, എല്ലാ ദ്വാരത്തിലും നമ്മൾ ചൊറിയും. അത് കഴിഞ്ഞിട്ട് മാങ്ങ ചെത്തുമ്പോൾ പക്ഷേ ഈ കൈ കൊണ്ട് തന്നെ കൊടുക്കുകയൊക്കെ വേണം. മാങ്ങ പക്ഷെ അങ്ങനെ ചെത്താൻ പറ്റത്തില്ല, അപ്പോൾ കുഴഞ്ഞു പോകും. ഇതുപോലെ ഈ കക്കൂസി പോകുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ കൈ കൊള്ളാത്തതായിപ്പോയത്. കൈ സോപ്പിട്ട് കഴുകാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈക്ക് എന്തോ പ്രശ്നം. അപ്പോൾ ഈ സോപ്പില്ലാത്ത കാലത്തായിരുന്നു ഈ കൈ കളഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണം. അത്രയും വിവേചനപരമായി സ്വന്തം ശരീരത്തിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് പകരം ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. മലമെടുക്കുന്നവനെ മലത്തിനോടൊപ്പം കളഞ്ഞു, ചെളിയിൽ വർക്ക് ചെയ്യുന്നവന് ചെളിയോടൊപ്പം കളഞ്ഞു.
ഇങ്ങനെ എല്ലാവരെയും കളഞ്ഞ് വിവേചനപരമായി നിന്നിരുന്ന, അങ്ങനെയാണ് ഈ അകലെ നിർത്തുന്നത്. എന്താണ് 32 അടി അകലെ നിർത്തുന്നു എന്ന് പറയുന്ന പഴയ കഥ മുഴുവനും ഈ വിവേചനം വളരെ കൃത്യമായി ആചരിച്ച് രൂപപ്പെടുത്തിയ സമൂഹമാണ്. അത് ഭരണഘടന പ്രഖ്യാപിച്ചാലൊന്നും ഇതങ്ങോട്ടങ്ങ് പോകുമൊന്നുമില്ല. നമ്മുടെ എല്ലാ വീടുകളിനകത്ത്, നമ്മുടെ എല്ലാ രക്തത്തിനകത്തൂടെയും കടന്നു വരുന്ന വിവേചനത്തിൻ്റേതായിട്ടുള്ള സംസ്കാരമാണ് ഈ രാജ്യത്തെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങളിപ്പോൾ ഈ പറയുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. അയാൾ തന്നെ എന്നോട് നേരത്തെ പറഞ്ഞ് ഇങ്ങനെ ഉത്തരം പറയരുത്, ഒരു വരിയിലും 2 വരിയിലും പറയണമെന്നൊക്കെ എന്നെ പറഞ്ഞ് വിരട്ടിയതായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകും. കാരണം ഇത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല.